രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം വന്നിരിക്കുകയാണ്. അത് പാർട്ടിയുടെ മിഷൻ 2026 എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ആ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അംഗങ്ങളോട് രാഹുൽ തന്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം ഞാൻ അല്ല, ഞാൻ ഒരു കണ്ണി മാത്രം. ഈ ദിവസങ്ങളിൽ തന്നെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അവർ ഷാഫി പറമ്പിലിനെ, വി ടി ബൽറാമിനെ, പി കെ ഫിറോസിനെ, ടി സിദ്ദിഖിനെ, ജബി മേത്തറിനെ പല കാരണം പറഞ്ഞ് ആക്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, ആ പ്രൊപ്പഗണ്ടയിൽ പോയി വീഴരുത്. സണ്ണി സാറും വിഡിയും രമേശ് ജിയും കേസും അടൂരും തൊട്ട് നമ്മുടെ യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടത്, തമ്മിൽ തല്ല് ഉണ്ടാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഇതാണ് ഇന്നലെ മിഷൻ 2026 എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഈ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് ജനങ്ങൾ കാത്തിരുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രതികരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടത്തിയത് കൊണ്ട് തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട, പാർട്ടി പ്രവർത്തകരിലേക്ക് എത്തിക്കേണ്ട ബാധ്യതയും പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് ഈ മാധ്യമ വേട്ട, ഈ മാധ്യമ വിചാരണ, ഇതൊക്കെ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുവാനാണ്. ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുവാനാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങൾ, രാഹുലിനെതിരെ നടപടി വന്നതിന്റെ തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ഈ നടപടി എടുക്കുകയും ആ നടപടി മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തപ്പോൾ വി ഡി സതീശൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ നിരന്തരമായ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത് കണ്ടു. ആ സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഈ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ എന്ന നിലയിൽ, കോൺഗ്രസിന്റെ എന്ന നിലയിൽ, അതുപോലെ കോൺഗ്രസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന നിലയിലുള്ള ഫേക്ക് ഹാൻഡിലുകൾ ഉണ്ടാക്കി ആ ഫേക്ക് ഹാൻഡിലുകളിൽ നിന്ന് വി ഡി സതീശനെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ആ ഫേക്ക് ഹാൻഡിലുകളിൽ നിന്നുള്ള ഈ സൈബർ ആക്രമണത്തെ എടുത്തുകൊണ്ട് മാധ്യമങ്ങൾ പടച്ചുവിട്ട അടുത്ത വാർത്തയായിരുന്നു ഈ രാഹുൽ വിഷയത്തിൽ വി ഡി സതീശനെതിരെ നിരന്തരമായ സൈബർ ആക്രമണം നടത്തുന്നു കോൺഗ്രസ് പ്രവർത്തകരെന്ന്. ഇത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് ഇവരോട് ആരാണ് പറഞ്ഞത്? ഇത് കോൺഗ്രസ് പ്രവർത്തകരല്ലല്ലോ. ഇതിന് പിന്നിൽ കളിച്ചത് അത്രയും നികേഷ് കുമാർ അല്ലേ? അതായത് റിപ്പോർട്ടർ ടിവിയിൽ ഇന്നും ഉടമസ്ഥ അവകാശമുള്ള, അതിന്റെ പാർട്ണർ ആയിട്ടുള്ള, മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് CPM-ൽ ചേക്കേറി അടുത്ത നിയമസഭ ലക്ഷ്യം കാണുന്ന നികേഷ് കുമാർ അല്ലേ ഈ എല്ലാ ഫേക്ക് അക്കൗണ്ടുകൾക്കും ഈ സൈബർ ആക്രമണങ്ങൾക്കും പിന്നിൽ നിന്ന് കളിച്ചത്? അപ്പോ എന്നിട്ട് അതറിഞ്ഞിട്ടും മാധ്യമങ്ങൾ എന്താണ് വാർത്ത നൽകിയത്? കോൺഗ്രസ് പ്രവർത്തകർ വി ഡി സതീശനെതിരെ സൈബർ ആക്രമണം നടത്തുന്നു എന്ന്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, പ്രസ്ഥാനത്തിനിടയിൽ ഒരു തമ്മിൽ തല്ല് ഉണ്ടാക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഇവർ നടത്തി. രാഹുൽ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ടെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കി. രാഹുൽ വിഷയത്തിൽ ഒരഭിപ്രായമല്ലാതെ രണ്ടഭിപ്രായം ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കണ്ടോ? രാഹുൽ വിഷയത്തിൽ വി ഡി സതീശനും സണ്ണി ജോസഫും പ്രഖ്യാപിച്ച ആ നിലപാടിനെതിരായിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അപ്പോ അവിടെയും രണ്ടഭിപ്രായം ഉണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തിയില്ലേ? എന്നിട്ട് ഇവർ രാഹുലിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഈ രാഹുലിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നവർ, നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഇപ്പോഴും നിയമസഭയിൽ വന്നിരിക്കുന്ന മുകേഷ് എന്ന് പറയുന്ന മാന്യനുണ്ടല്ലോ, ആ മാന്യനെ സംരക്ഷിച്ച് പിടിക്കുന്നത് ആരാ? പിണറായി വിജയനല്ലേ? പിണറായി വിജയന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമല്ലേ ഈ മുകേഷ് എന്ന് പറയുന്നത്? ഈ മുകേഷിനെ സംരക്ഷിച്ച് പിടിക്കുന്നത് പിണറായി വിജയനല്ലേ? ഈ മുകേഷിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോ എന്താണ് സംഭവിച്ചത്? മുകേഷ് തന്റെ വക്കീലിനെ ഏർപ്പാടാക്കിക്കൊണ്ട് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് മുകേഷ് മുങ്ങി. മുകേഷ് എവിടെയാണെന്ന് മാധ്യമങ്ങൾ കണ്ടോ? അയാളുടെ വല്ല പ്രതികരണങ്ങളും നിങ്ങൾക്ക് കിട്ടിയോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ ഈ വിഷയത്തിൽ രാഹുൽ മാത്രം പ്രതികരിക്കണമെന്ന് എന്താണ് നിങ്ങൾക്ക് ഇത്ര വാശി? മുകേഷ് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതികരണം നിങ്ങൾക്ക് തന്നോ? മുകേഷ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് മുകേഷ് എവിടെയാണ് പോയതെന്ന് നിങ്ങൾ കണ്ടോ? മുകേഷിനെ രക്ഷിക്കാനല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുകേഷിനെ രക്ഷിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുക്കിയെന്ന് മാത്രമല്ല, വിവരാവകാശ രേഖ പ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടവർക്ക് മുന്നിലേക്ക്
മുകേഷിന്റെ പേരുകൾ അടങ്ങുന്ന പേജുകൾ കീറിയെറിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പേജുകളാണ് നിങ്ങൾ കൊടുത്തത്. അങ്ങനത്തെ മുകേഷ് നിയമസഭയിൽ വന്നിരിക്കുന്നു. മുകേഷിനെ നിങ്ങളൊന്ന് ആലോചിക്കണം. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ട് മുങ്ങിയ മുകേഷ് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടാണ് പിന്നെ പൊങ്ങിയത്. മുകേഷിനെതിരെ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന വ്യക്തിയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു പരാതിക്കാരി ഉണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തെളിവുണ്ടോ? എന്തുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അടൂരിലെ വീട്ടിൽ അയാൾ ഉണ്ടല്ലോ? ഇന്ന് ഈ നിമിഷം വരെ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് രാഹുലിന്റെ വീട്ടുപടിക്കൽ ചെന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുലിനെ ബന്ധപ്പെട്ട് നിങ്ങൾ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോ ഈ കേസിന്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്? കേസ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഉണ്ടെങ്കിൽ ആ കേസിന്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്? വെറും വട്ടപൂജ്യം മാത്രമായി നിൽക്കുന്ന ഒരു കേസ്. ആ കേസിലാണ് ഈ മാധ്യമങ്ങൾ ഇത്രയധികം വേട്ടയാടലുകൾ രാഹുലിനെതിരെ നടത്തുന്നത്. അപ്പോ ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ മാധ്യമങ്ങൾക്ക് ആരാണ് ഇതിന് ചെലവും കൊടുക്കുന്നത്? എത്രയൊക്കെ കിട്ടി? എത്ര ലക്ഷങ്ങളാണ് മാധ്യമങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ സഖാക്കളുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്നത്? എത്ര പണമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്? എന്താണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ? ഈ രാഹുലിനെ വേട്ടയാടിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് വേട്ടയാടാൻ വേണ്ടി നിങ്ങൾക്ക് അവർ തന്നിരിക്കുന്നത്? നിങ്ങൾ വ്യക്തമാക്കണം. ഇതൊന്നും വ്യക്തമാക്കാതെ ആധികാരികമായ ഒരു പരാതി പോലും ഇല്ലാതെയാണ് നിങ്ങൾ രാഹുലിനെ വേട്ടയാടുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് അവരുടെ വ്യൂവർഷിപ്പാണ് മുഖ്യം. ഈ വ്യൂവർഷിപ്പ് ഉണ്ടാവണമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടം വേണം. രാഹുൽ മാങ്കൂട്ടം വേണം. രാഹുലിനെ മുൻനിർത്തിയാൽ, രാഹുലിന്റെ ഒരു ചിത്രം വെച്ചാൽ, രാഹുലിന്റെ ഒരു പിക്ചർ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രാഹുലിനെ കുറിച്ച് ചർച്ച ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വ്യൂവർഷിപ്പുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വ്യൂവർഷിപ്പില്ല. കഴിഞ്ഞ ദിവസം ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിന്റെ ഒരു വാർത്ത ഞാൻ കണ്ടതാണ്. ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്ത ഒരു വാർത്ത. അതിന് വ്യൂവർഷിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന്റെ തംബ്നെയിലിൽ വെച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിക്കാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിക്കുമായി ബന്ധപ്പെട്ടിട്ട് അവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് രാഹുലിനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ്. ഞാൻ ആ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ചു നോക്കി. ആ പ്ലേ ചെയ്യിപ്പിച്ചു നോക്കിയപ്പോൾ ആ ക്ലിപ്പ് രാഹുലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു വാർത്തയായിരുന്നു. അതായത് നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് വേണമെങ്കിൽ രാഹുൽ വേണം. അതാണ് നിങ്ങളുടെ ഒരു ദയനീയമായ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായിട്ട് വ്യാജ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നത്. അത് പലതരത്തിലാണ്. ഒന്ന് രാഹുലിന് മാത്രം എതിരാണെങ്കിൽ മറ്റു വാർത്തകൾ രാഹുലിനെയും പ്രസ്ഥാനത്തിനെയും പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെയും തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ്. എന്തിനധികം പ്രതിപക്ഷ നേതാവിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തുവാൻ ഫേക്ക് ഹാൻഡിലുകൾ ഉണ്ടാക്കി കൊടുത്ത് അതിൽ നിന്ന് സൈബർ ആക്രമണങ്ങൾ നടത്തിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണ്, മാധ്യമപ്രവർത്തകർ തന്നെയാണ്. അതിന് ഏറ്റവും മുന്നിൽ നിന്ന് കൂട്ടുനിന്ന് ആ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് MP നികേഷ് കുമാറാണ്. നികേഷ് കുമാർ മാത്രമല്ല, റിപ്പോർട്ടർ ചാനലിലെ മുഖ്യമായിട്ടുള്ള എല്ലാവരും അതിന്റെ പിന്നിലുണ്ട്. റിപ്പോർട്ടർ ചാനലിലെയും മാത്രമല്ല, ന്യൂസ് മലയാളത്തിലെ ആളുകളുണ്ട്, News 18 ആളുകളുണ്ട്. എല്ലാവരും മാപ്രകളാണത്രേ. മാപ്രകളല്ല, കൂട്ടിക്കൊടുപ്പുകാരാണ്. നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരാണ്. നിങ്ങളാണ് എന്നിട്ട് രാഹുലിനെ വേട്ടയാടുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ കരുതേണ്ട രാഹുൽ തളർന്ന് മൂലക്കിരിക്കുമെന്ന് മാധ്യമങ്ങളെ നിങ്ങൾ കരുതേണ്ട. നിങ്ങൾ ഇന്നലെ ഒരു സർവേ നടത്തിയല്ലോ. ആ സർവേ നിങ്ങൾ തന്നെ നടത്തിയല്ലേ? മനോരമ ന്യൂസ് ഇന്നലെ ഒരു സർവേ നടത്തി. ആ സർവേയിൽ നിങ്ങൾ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരണോ എന്നാണ്. നിങ്ങൾ 2 ഓപ്ഷൻ കൊടുത്തു, വേണമെന്നും വേണ്ട എന്നും. ജനങ്ങൾ വേണമെന്ന് പറഞ്ഞു. അതിന് താഴെ അവർ അവരുടെ കാരണങ്ങൾ സഹിതം ബോധിപ്പിച്ചു നിങ്ങളെ. എന്തിന് രാഹുൽ വരാതിരിക്കണം? മുകേഷിന് വരാമെങ്കിൽ രാഹുലിന് വന്നൂടെ? AK ശശീന്ദ്രന് വരാമെങ്കിൽ രാഹുലിന് വന്നൂടെ? ഗണേഷ് കുമാറിന് വരാമെങ്കിൽ രാഹുലിന് വന്നൂടെ? മുഹമ്മദ് റിയാസിന് വരാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നൂടെ? മുഹമ്മദ് റിയാസിന്റെ കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കപ്പിത്താന്റെ, നിങ്ങളുടെ ഇരട്ടച്ചങ്കന്റെ മരുമകനാണ് മുഹമ്മദ് റിയാസ്. വീണ വിജയന്റെ ഭർത്താവാണ് മുഹമ്മദ് റിയാസ്.
ഈ മുഹമ്മദ് റിയാസിനെതിരെ മുഹമ്മദ് റിയാസിന്റെ രണ്ടാം കെട്ടാണ് വീണ വിജയൻ. മുഹമ്മദ് റിയാസ് ആദ്യം ഒരു വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്ത വിവാഹിതയായ തന്റെ ഭാര്യക്കെതിരെ ക്രൂരമായ പീഡനങ്ങൾ നടത്തിയിട്ട് ആ ഭാര്യ കേസ് കൊടുത്ത് ഡിവോഴ്സ് വാങ്ങിപ്പോയതാണ്. ആ മുഹമ്മദ് റിയാസ് എന്തേ ഈ മുഹമ്മദ് റിയാസ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു വാക്ക് പോലും തുറന്ന് സംസാരിച്ചില്ല? അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസ് ഇതിൽ പ്രതിയാകും എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസ് മൗനം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഹമ്മദ് റിയാസ് എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇവിടെ ആകെ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മന്ത്രിസഭയിൽ നിന്നുള്ള ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിക്ക് ഇതൊക്കെ പറയാൻ എന്താ അവകാശമുള്ളത്? ശിവൻകുട്ടിയുടെ ഇടത്തും വലത്തും നിൽക്കുന്നവർ ആരാണ്? ശിവൻകുട്ടി ഇനി ആരാണ്? ശിവൻകുട്ടി പൊതുമുതൽ നശിപ്പിച്ച് പച്ചക്ക് കയറി തല്ലിപ്പൊളിച്ച വ്യക്തിയല്ലേ? നിയമസഭ തല്ലിപ്പൊളിച്ച വ്യക്തിയാണ്. മുന്നിൽ നിന്ന് നയിച്ചതാരാ? ശിവൻകുട്ടിയല്ലേ? നിങ്ങൾ കണ്ടില്ലേ? കെ എം മാണി എന്ന് പറയുന്ന ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്ന അന്ന് നിങ്ങൾ നിയമസഭയിൽ കാട്ടിക്കൂട്ടിയത് നിങ്ങൾ കണ്ടതല്ലേ? ആ ശിവൻകുട്ടിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്നത്. മുഹമ്മദ് റിയാസ് വാ തുറന്നിട്ടില്ല. മുഹമ്മദ് റിയാസ് വാ തുറക്കില്ല. മുഹമ്മദ് റിയാസ് സംസാരിക്കില്ല. രാഹുലിനെതിരെ സംസാരിക്കില്ല. അതിനുള്ള കുണ്ടിയിൽ തീട്ടം മുഹമ്മദ് റിയാസിനില്ല. അപ്പോ ഈ മാധ്യമങ്ങളാണ് എല്ലാവിധ പ്രശ്നങ്ങളും വേട്ടക്കാരാവുന്നത്. ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്രസ്ഥാനമാണ്. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതും.